അല്ല, എന്താണ് ഈ അസീസി വർഷം? ചുരുക്കി പറഞ്ഞാലേ, രണ്ടാം ക്രിസ്തുവായ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് സന്തോഷപൂർവ്വം കടന്നുപോയതിൻ്റെ ഓർമ്മ. അതുമല്ലെന്നേ, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന മറ്റു പ്രധാന ജൂബിലികൾ പുണ്യവാന്റെ വ്യക്തിത്വത്തോട് വളരെ ബന്ധപ്പെട്ടതായിരുന്നു എന്ന് സാരം. അതെന്താണെന്നോ, ഗ്രേച്ചോയിൽ പുണ്യവാൻ ഒരുക്കിയ ആദ്യത്തെ തിരുപ്പിറവി രംഗത്തിന് 800 വയസ്സ്, സൃഷ്ടിഗീതത്തിൻ്റെ രചനയ്ക്കും 800 വയസ്സ്, പുണ്യവാന്റെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ പതിപ്പിക്കപ്പെട്ടതിൻ്റെ 800-ാം വാർഷികം. ഇതിൻ്റെ എല്ലാം പരിപൂർത്തിയായി അസീസി വർഷം നാം കൊണ്ടാടുന്നു. ഈ അസീസി വർഷത്തിലെ നമുക്ക് പുണ്യവാന്റെ കൂട്ടൊന്ന് കൂടാന്നേ. പ്രകൃതിയെ സ്നേഹിച്ച, മരണത്തെ സോദരിയായി കണ്ട, പഞ്ചക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയ പുണ്യവാന്റെ മാധ്യസ്ഥം തേടി നമുക്കും അനുഗ്രഹം പ്രാപിക്കാം.